ഹലോ, എന്നാ ഉണ്ട്? സുഖമല്ലേ? പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ തെണ്ടി നടക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. നമ്മളുടെ സിറ്റി വാൻകൂവറിൽ നിന്ന് ഒരു 1.25-2 മണിക്കൂർ ദൂരം ട്രാവൽ ചെയ്ത് എത്തുന്ന ഒരു സ്ഥലമുണ്ട് വിസ്ലർ. അവിടോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്നോ, എന്തൊക്കെ കാണണമെന്നോ, എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ അവിടെ ചെന്നങ്ങ് ഫിഗർ ഔട്ട് ചെയ്യുക, അത്ര തന്നെ. ഇങ്ങനെ ബസ്സിൽ പോണ സമയത്ത് എനിക്ക് തോന്നി അന്ന് അവിടെ സ്റ്റേ ചെയ്താലോ. അപ്പം തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു, അതും കിട്ടി. ഭാഗ്യത്തിന് കാശ് കുറച്ച് കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ ബാഗിൽ ആരാണ് തൂങ്ങിക്കിടക്കുന്നതെന്ന് നോക്കൂ. സൺ ഓഫ് ഓഡൻ. എൻ്റെ ഫേവററ്റ് മാവൽ ക്യാരക്ടേഴ്സിൽ ഒരാളാണ് കേട്ടോ. നിങ്ങളുടെ ഫേവററ്റ് ആരാണ് പറയൂ. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. ഈ വിസ്ലർ എന്ന് പറയുന്നത് ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അവിടെ കുറേ കടകളുണ്ട്, നല്ല ഫുഡ് കിട്ടും, ഹൈക്ക് ചെയ്യാം. അങ്ങനെ ഒരു കൊച്ചു സ്ഥലം, അത്ര തന്നെ. ബുക്കുകളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കണതുകൊണ്ട് ഞാൻ ഇന്നലെ കേട്ടൊരു കോട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ, ജീവിക്കാനായിട്ട് അധികം സമയം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മുടെ ഉള്ള സമയത്തിന് ഇച്ചിരി ജീവൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂപ്പറല്ലേ? അതൊക്കെ പോട്ടെ. ഞാൻ വിശന്ന് കൊടൽ കത്തി വന്നതുകൊണ്ട് ലൈറ്റായിട്ട് ഗാർലിക് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഗാർലിക് ഫ്രൈസ് ഇങ്ങനെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിൽ മുക്കി കഴിക്കാൻ അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിക്കാനിരിക്കുന്ന സ്പോട്ടും സൂപ്പറല്ലേ? ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് ആൾക്കാരൊക്കെ പോകുന്നതൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആഹാ. ബൈ ദ വേ, ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. ഇതിൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പോഡ് ഹോട്ടലാണ്. ലൈക്ക് ഒരു കുട്ടി പോഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്, മനസ്സിലായോ? പേഴ്സണലി ഇതുപോലെയുള്ള കൺഫൈൻഡ് ഏരിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ടെൻറ്റ്, ടൈനി ഹൗസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ട് കാലെത്തിക്കുന്ന സ്ഥലത്താണ് ഫാനും ലൈറ്റും ഒക്കെ ഉള്ളത്. അടിപൊളിയല്ലേ? ചില ആളുകൾ ക്ലസ്ട്രോഫോബിക് ആയിരിക്കും, അവർക്ക് എൻ്റെ ഉള്ളിൽ കയറിയ ശ്വാസം മുട്ടും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു സ്പേസ്. ഈ പോഡിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റുണ്ട്, ഫാനുണ്ട്, പിന്നെ ഹാങ്ങറുണ്ട്, പിന്നെ ഒരു ലോക്കർ സിസ്റ്റം ഉണ്ട്, USB പോർട്ടുണ്ട്, വൈഫൈ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. കുറച്ച് യാത്ര ചെയ്ത് വന്നാലേ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. ഈ വാഷ്റൂം ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ അതെങ്ങനെയാന്ന് തോന്നില്ലേ? ഇത് നിങ്ങൾ പറയാൻ വെച്ച ഡയലോഗല്ലേ? ഞാൻ തന്നെ പറഞ്ഞു. എങ്ങനെയുണ്ട്? പറയാതെ വയ്യ. വാഷ്റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. കുളി പാസ്സാക്കിയിട്ട് ഒന്ന് പുറത്തോട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം പോയത് നമ്മുടെ ഹോട്ടലിൻ്റെ പാറ്റിയോളാണ്. ഇങ്ങനെ ഒരു സന്ധ്യാസമയം ആൾക്കാരുടെ എണ്ണം അങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. ആഹാ. ഒന്നും കൂടെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ദേ ഒരു പുഴ. പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ ആ ഒരു വനനിരകളിലൂടെ പുഴ ഇങ്ങനെ ഒഴുക്കി വരുന്നു. ആഹാ. പറഞ്ഞ പോലെ ഈ പച്ചപ്പും ഹരിതാപയും നാട്ടിൽ മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചുറ്റും നോക്കിയാൽ നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ മൗണ്ടൻസ് മാത്രം. സന്ധ്യാസമയത്ത് ഇങ്ങനെ പാർക്കിൽ കൂടെയൊക്കെ നടക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു സലാമൊക്കെ വെച്ച് അപ്പോഴത്തേക്കും കുറച്ച് രാത്രിയായി. പിന്നെ ഞാൻ ഓർത്ത് വന്ന് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഡിന്നർ അടിച്ചിട്ട് കിടന്ന് നാളെ രാവിലെ നേരത്തെ എണീറ്റ് നമുക്കൊരു അടിപൊളി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഐ ഫിഗർഡ് ഇറ്റ് ഔട്ട്. എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു ദിവസം തീരാറായി. ഞാൻ നല്ല സൂപ്പറായിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇത് ക്യാമറ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഇന്നൊരു അടിപൊളി ദിവസമാണേ. ലെറ്റ്സ് ഗോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? വിസ്ലറിലുള്ള ഏറ്റവും വലിയ മലയുടെ ടോപ്പിൽ പോകാന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? ഞാൻ ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. നമ്മൾ നടന്നൊന്നല്ല കേട്ടോ, ഗോണിലേക്ക് കയറിയിട്ടാണ് പോകുന്നത്. ഇവിടെ കുറേ ബൈക്കേഴ്സ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, അപ്പോൾ നീ 2 വീലർ ലൈസൻസ് എടുക്കുക, നമുക്ക് ട്രിപ്പൊക്കെ പോകണ്ടേ. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. മേ ബി വൺ ഡേ ഐ വിൽ. നമ്മളിപ്പോൾ നടന്നു പോകുന്നതേ ഈ മലയുടെ മുകളിൽ കയറാനായിട്ട് ഗോണിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗോൺല എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെ പറയാം, നമ്മുടെ റോപ്പ് വേ എന്ന് പറയുന്ന പരിപാടിയില്ലേ, ഒരു വള്ളിയിൽ ഇങ്ങനെ ഗ്ലോബ് പോലത്തെ ഒരു സാധനം അതിൽ കയറിയിരിക്കുക, അതിൽ ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴി തന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വലിഞ്ഞ് മുകളിൽ കയറേണ്ട എന്ത് കാര്യമുള്ളൂ, ഇവിടെ കയറുന്ന റിലാക്സ് ചെയ്തിട്ട് പോയാൽ പറയും. ബട്ട് എനിവേ നമ്മൾ ടിക്കറ്റ് എടുത്തല്ലേ, പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് ആ ഗോൺല കയറാനുള്ള സ്ഥലത്തെത്തി. രാവിലെ 10 മണിക്കാണ് ഫസ്റ്റ് ഗോൺല സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ദ ടോപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ കയറാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴും കുറച്ച് പേര് അവിടെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എന്നെപ്പോലെ തന്നെ ആർത്തി പിടിച്ച് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഗോൺല എന്ന് പറയുന്ന സാധനം. നമ്മളിതിൽ കയറിയിരിക്കാം, ദെൻ വിൽ ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ഫസ്റ്റ് ഒരു സ്ഥലത്തെത്തിക്കും, പിന്നെ അവിടെ നിന്ന് എഗെയിൻ വിൽ ഹാവ് ടു ഗെറ്റ് ഇൻ ടു അനദർ ഗോൺല, വേറൊരു മൗണ്ടനിൽ പോകാനായിട്ട്. അങ്ങനെ ഭയങ്കര സംഭവപൂലമായ കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ അത്ര ബ്രൈറ്റ് വെയിലായിട്ടുള്ള, എന്നാലും ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. സ്ഥലങ്ങളൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്ക്. എനിക്ക് സംഭവം ഞാൻ ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ.
ലോർഡ് ഓഫ് റിങ്സിൽ ഇങ്ങനെ ഫ്രോഡൊക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ പോലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഈ ചില 4K യൂട്യൂബ് ഡ്രോൺ വീഡിയോസൊക്കെ പോലെ തോന്നില്ലേ, എനിക്കങ്ങനെ തോന്നി കേട്ടോ. ഈ എല്ലാ ഗോണ്ടലയും ഒരേപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ, ഒരു കുട്ടി ജനലൊക്കെ ആയിട്ട്. പക്ഷേ ഓരോ വീട്ടിലെ ജനവാതിലൂടെ കാണുന്ന കാഴ്ചകൾ അത് വേറെയാണ്. ആ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ, നമ്മൾ ഓരോരുത്തരും കാണുന്ന കാഴ്ചകൾ വേറെ ആയിരിക്കും. മോസ്റ്റ്ലി നമുക്ക് എന്താണോ കാണേണ്ടത് അത് മാത്രമേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടക്കുകയും ചെയ്യും. എനിവേ ദാറ്റ്സ് ലൈഫ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പീക്കിൻ്റെ മുകളിലെത്തി. അവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കുറേ പേർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. നല്ല രസമല്ലേ, അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം ചിറ്റാറ്റ് ചെയ്യുക, സംസാരിക്കുക, എവിടെ നിന്നാണൊക്കെ ചോദിക്കുക, ഒക്കെ നല്ല കാര്യമല്ലേ. ഇനി നമ്മൾ കയറാൻ പോകുന്നത് പീക്ക് ടു പീക്ക് ഗോണ്ടലയിലാണ്. ഓക്കെ, ഇപ്പോൾ 2 മലകളുണ്ട്. ഒന്ന് ആലോചിച്ചോക്കണം, ഞാൻ പറയുന്നതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കെ. ഒരു മലയുടെ മുകളിൽ നിന്ന് ഗോണ്ടലയിൽ ഇങ്ങനെ സെമി സർക്കിളിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പിന്നെ എഗെയിൻ മറ്റേ മലയുടെ ടോപ്പിലെത്തുന്ന ആലോചിച്ച് നോക്ക്. ലിറ്ററലി അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പാരൻ്റ്ലി ഈ ഗോണ്ടല എന്ന് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടിന്യൂസ് ലിഫ്റ്റ് സിസ്റ്റമാണ്. ഇതുണ്ടാക്കിയ ആളുടെ തലേക്കോട് ഓടിയ ഫിസിക്സിൻ്റെ ഒരു അളവ് ആലോചിച്ച് നോക്ക്. ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചിട്ട്, ലൈക്ക് പ്രഷർ, സർഫസ് ടെൻഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ. ലൈക്ക് എന്തൊക്കെ ചിന്തിച്ചാലാണ്, എന്തൊക്കെ പോസിബിലിറ്റീസ്, ഓൾട്ടർനേറ്റീവ്സ് ചിന്തിച്ചാലാണ് ഈ സാധനം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. ഇത്രയും വലിയൊരു കോംപ്ലക്സ് സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തൊരു മനുഷ്യനല്ലേ, അയാളുടെ ബുദ്ധി ഒന്ന് ആലോചിച്ചു. കേശു, ഞാനൊരു പൊട്ടനായിരുന്നു ഞാൻ. ഇനി നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന സ്ഥലത്തോട്ട് കയറി പോകാൻ പോവാണ് കേട്ടോ. അടുത്ത മൗണ്ടൻ പീക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് റിഫ്രഷ് ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. ഞാൻ വാഷ്റൂമിലൊക്കെ പോയി. ഹേ ഗായ്സ്, ബൈ ദ ബൈ. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെറുതെ ഇരുന്ന് ചിരിക്കണ കൂട്ടത്തിലൊരാളാണ്. ഇറ്റ് കുഡ് ബി അനോയിങ്, പക്ഷേ ഐ ഡോണ്ട് നോ, ലൈക്ക് ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ പ്രീവിയസ് കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. എന്താണെന്നറിയില്ല. അതേ കണ്ടോ, പ്രത്യേകിച്ച് ഒരു കാരണമില്ല. മേ ബി ജസ്റ്റ് മീ, മീൻ ഐ ഡോണ്ട് നോ. നമ്മളെഗീൻ അടുത്ത റോപ്പ് വേയിൽ കയറിയിട്ട് മേലോട്ട് പോവാണേ. ഇത് അത്യാവശ്യം സ്കേറിയായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഗ്ലോബിൻ്റെ ഉള്ളിലല്ല. ഇത് കാലക്കെട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇട്ട് ആട്ടി എൻജോയ് ചെയ്ത് കാറ്റൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു. കുറച്ച് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് നെഞ്ചിടിച്ചു. പക്ഷേ എനിക്ക് ഈ ഫിയർ ഓഫ് ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ഹോൾ വീഡിയോയിൽ 2 ഫോബിയാസ്, 2 പേടികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ക്ലസ്ട്രോഫോബിയ, ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു ഇടുങ്ങിക്കൂടിയ ശ്വാസം മുട്ടലുണ്ടാവുന്ന ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത് ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു. ദിസ് ഈസ് കോൾഡ് ആക്രോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഹൈറ്റ്സ്, പൊക്കത്തിൻ്റെ പേടി. എനിക്ക് ഈ 2 ഫോബികളും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി പേടികളുണ്ടോ? അത് നിങ്ങളിതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലേ? വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചുമ്മാ ചിന്തിച്ച് നോക്കിക്കോളൂ, അത്രേ ഉള്ളൂ. ഫൈനലി നമ്മൾ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ എത്തി കേട്ടോ. ഈ ഒരു ഫീലിങ്ങിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ എനിക്ക് നമ്മുടെ ഏ ജവാനിയെ ദീവാനി മൂവിയിൽ അവർ മുകളിൽ പോയിട്ട് അവർക്ക് ആ ഒരു ലൈക്ക് ഈ ടോപ്പ് ഓഫ് ദ വേൾഡ് നമ്മളിങ്ങനെ ചുറ്റും കാണുമ്പോഴൊരു ഫീലല്ലേ, മേ ബി അതാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കുറേ കേട്ടോ. അതിൽ കൂടുതൽ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കറിയില്ല. ഞാൻ മുകളിലെത്തിയപ്പോഴേ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച്. അതിനൊരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുത്തി നിറഞ്ഞ ആൾക്കാർ നിൽക്കുന്നതൊക്കെ കൂടുതൽ. കുറച്ച് പേര് അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക, എൻജോയ് ചെയ്യുക. ഞാനും കൊണ്ടുവന്ന ഒരു ചെറിയ പാക്കറ്റ് ഓഫ് സാൻഡ്വിച്ച് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. എന്തോ ഒരു വല്ലാത്ത ഫീലായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് പോകാൻ സമയമായി കേട്ടോ. എഗെയിൻ ഈ വന്ന അതേ വഴികൾ തന്നെ നമുക്ക് പിന്നെ ഇറങ്ങണം. ഫസ്റ്റ് ഈ കാലിട്ടാട്ടുന്ന റോപ്പിൽ ഇറങ്ങാം, അതിനുശേഷം പീക്ക് ടു പീക്ക് ആ ഹാഫ് സർക്കിളിൽ പോകുന്ന പരിപാടി അതിൽ കയറാം. then again the other gondola. ഇതെല്ലാത്തിലും കയറി നമ്മൾ താഴെത്തി ബസ്സിൽ കയറി തിരിച്ചു പോവുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐഡിയ. ഒരു ഗോണ്ടലിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് സുഖമായിട്ട് കുറച്ചു നേരം കിടന്നു. ഭയങ്കര ടയർഡായിരുന്നു, കുറേ വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ഒട്ടും വയ്യാതിരുന്നു. അതുകൊണ്ട് കിടന്ന് റിലാക്സ് ചെയ്തു. എഗെയിൻ നടന്ന് നമ്മുടെ ബസ്സിലോട്ട് എത്തേണ്ട സമയവും ബസ് ഇതാ കിടക്കുന്നു എന്നെ വെയിറ്റ് ചെയ്ത് അതിൽ കയറി തിരിച്ച് വാൻകൂവറിലേക്ക് പോകാനുള്ള സമയമായി. ദിസ് വാസ് എ വണ്ടർഫുൾ ജേർണി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേ ഗൈസ്, ബൈ ദ ബൈ.